ദൃശ്യം 3 500 കോടിയിലേക്ക്. മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളത്തിന്റെ എക്കാലത്തെ ഹിറ്റ് ഫ്രാഞ്ചൈസികളിലൊന്നായ ദൃശ്യത്തിന്റെ മൂന്നാം ഭാഗവും ബോക്സ് ഓഫീസിൽ കുതിപ്പ് തുടരുകയാണ്. മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ റിലീസ് ചെയ്ത ദൃശ്യം 3 മികച്ച പ്രതികരണങ്ങളാണ് നേടിയത്. മോഹൻലാൽ എന്ന അതുല്യ നടന്റെ വിസ്മയിപ്പിക്കുന്ന അഭിനയ മുഹൂർത്തങ്ങൾ കോർത്തിണക്കി മികച്ചൊരു ഇമോഷണൽ ത്രില്ലറായാണ് ജിത്തു ജോസഫ് ദൃശ്യം 3 ഒരുക്കിയത്. മോഹൻലാലിനൊപ്പം മീന, എസ്തർ, അൻസിബ ഹസൻ, സിദ്ദിഖ്, ആശാ ശരത്ത്, മുരളി ഗോപി എന്നിവർ ദൃശ്യം 3യിലും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. ആദ്യത്തെയും രണ്ടാമത്തെയും ഭാഗങ്ങളിലെ കഥാപാത്രങ്ങൾക്കൊപ്പം ചില പുതിയ കഥാപാത്രങ്ങളും സിനിമയിലുണ്ട്. മലയാളം ഒറിജിനലിന്റെ ആഗോള തിയേറ്റർ ഡിജിറ്റൽ അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് ദൃശ്യം 3യുടെ ഹിന്ദി പതിപ്പിന്റെ നിർമ്മാതാക്കൾ കൂടിയായ പനോരമ സ്റ്റുഡിയോസ് ആണ്. ബോളിവുഡിലെ പ്രമുഖ ബാനറായ പെൻ സ്റ്റുഡിയോസ് പനോരമയിലൂടെ ആശീർവാദ് സിനിമാസിൽ 100 കോടി രൂപയുടെ നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. ഇതിനോടകം തന്നെ ചിത്രീകരണം പൂർത്തിയായ അജയ് ദേവഗൺ നായകനാകുന്ന ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് 2026 ഒക്ടോബർ 2 തിയേറ്ററുകളിലെത്തും. അതേസമയം തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്ന ദൃശ്യത്തിന്റെ മലയാളം പതിപ്പ് ബോക്സ് ഓഫീസിൽ കുതിപ്പ് തുടരുകയാണ്. 7ാം ദിനം എത്തുമ്പോൾ ചിത്രം 200 കോടി ക്ലബിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. എമ്പുരാൻ, തുടരും എന്നീ ചിത്രങ്ങൾക്ക് ശേഷം 200 കോടി ക്ലബിൽ കയറുന്ന മൂന്നാമത്തെ മോഹൻലാൽ ചിത്രമാണിത്. 2ാം വാരം എത്തുമ്പോൾ 500 തിയേറ്ററുകളിലാണ് കേരളത്തിൽ ദൃശ്യം 3 പ്രദർശിപ്പിക്കുന്നത്. ഈ ഒരു കുതിപ്പ് തുടരുകയാണെങ്കിൽ ലോകയുടെ റെക്കോർഡിനെ മറികടന്ന് മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രമായി ദൃശ്യം 3 മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.